പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ച്. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തി, നമ്മളെ കൈപിടിച്ച് നടത്തിയെന്ന് നമുക്ക് പറയാം. അല്ല, നമ്മളെ ഉള്ളംകൈയിൽ വഹിച്ചു എന്ന് നമുക്ക് പറയാം. നമ്മുടെ കാൽ കല്ല് തട്ടിപ്പോകാതെ, ആമേൻ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നുമൊക്കെ വിടുവിച്ച് കഴിഞ്ഞ പകൽക്കാലം നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. രാത്രികാലം നമുക്ക് നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് കിടന്നു സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. തന്ന ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി പറ, കർത്താവേ, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായിട്ടാണ് നടത്തുന്നത്. അത് കർത്താവിൻ്റെ ഒരു പ്രത്യേകത. ആ വൻ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യും. ആ മഹാകരുണയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് നമുക്ക് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ജീസസ്. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയും, 146-ാം സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് ഞാൻ കീർത്തനം ചെയ്യും. അതെ, നമുക്ക് ആ ഒരു തീരുമാനത്തോടെ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ വചനം ശ്രദ്ധിക്കുവാനും കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിലിരുന്ന് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ സകല ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങൾക്കും അങ്ങ് വൈദ്യനാകിയാൽ സ്തോത്രം. കഴുത്തിൻ്റെ പുറകിൽ വേദന അനുഭവിക്കുന്നവർ, ആമേൻ, പ്രത്യേകിച്ച് ആ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതിന് പ്രയാസം അനുഭവിക്കുന്നവർ, ആമേൻ, നിങ്ങളുടെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആ കഴുത്തിൻ്റെ പുറകിലത്തെ വേദന ഇപ്പോൾ മാറിപ്പോകട്ടെ. കഴുത്ത് തിരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിപൂർണമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ കർത്താവ് അയച്ചതിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലഡ് പ്രഷർ നോർമലാകാൻ കൽപ്പിക്കുന്നു, ബ്ലഡ് ഷുഗർ നോർമലാകാൻ കൽപ്പിക്കുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യമുള്ള ശരീരമുണ്ടാകട്ടെ, ആരോഗ്യമുള്ള ശരീരമുണ്ടാകട്ടെ. ദൈവിക ആരോഗ്യം തൻ്റെ മക്കളിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കർത്താവ് വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. എല്ലാ മക്കളുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ലോകത്തെമ്പാടും കർത്താവിൻ്റെ സഭായോഗങ്ങൾ നടക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ലോകവ്യാപകമായി നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഗ്നി ലോകവ്യാപകമായി ആളിക്കത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ തീ, ആമേൻ, ലോകവ്യാപകമായി ജ്വലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അർപ്പിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ലൈഫിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സഭായോഗങ്ങൾ ലോകവ്യാപകമായി നടക്കുമ്പോൾ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്ന സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പല ടൈം സോണുകളിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് കർത്താവിനോട് നന്ദി പറയാം. കർത്താവേ, ഇന്ന് നടക്കുന്ന സഭായോഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. നാളെ രാത്രി കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുത്താൽ നമുക്കെല്ലാവർക്കും അത് അനുഗ്രഹമാകും. നിങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനോടൊക്കെ ഷെയർ ചെയ്യണം ഇങ്ങനൊരു മീറ്റിങ്ങിനെ കുറിച്ച്. നിങ്ങളുടെ ലൈഫിൽ കർത്താവ് ഈ ഇതിലൂടെ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെ നിങ്ങൾക്ക് ചെറിയ ഷോർട്ട് മെസ്സേജുകളാക്കി അയച്ചു തരാമെങ്കിൽ നമുക്കത് കേട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം അവിടെ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ഉള്ളിൽ തന്ന ബോധ്യം ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ എന്താ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ തലേദിവസം രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തരുന്ന ആലോചനകളാണ് മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ഷെയർ ചെയ്യും. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളിൽ തന്നാണ് ക്ഷമ, ഫോർഗീവ്നെസ്. ആമേൻ. അവിടെ പറയുന്നു, കർത്താവ് ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പിൻ. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളും അന്യോന്യം ക്ഷമിപ്പിൻ. അവൻ എഫേസ്യ ലേഖനത്തിൻ്റെ ഈ 4-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ ലൈഫ് പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. അതായത് പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ എൻകറേജ് ചെയ്യുകയാണ് ഐക്യതയിലും വിശുദ്ധിയിലും ഒക്കെ ജീവിക്കുകയും അതുപോലെ തന്നെ ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷനല്ല, അതൊരു കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഓപ്ഷനല്ല, അത് കൽപ്പനയാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് എന്താണ് പറയുന്നത്? ആ ക്ഷമയുടെ മോഡലെന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുയേശുവിലൂടെ എങ്ങനെ ക്ഷമ ലഭിച്ചോ, അല്ലെങ്കിൽ പിതാവ് നമ്മളോട് എങ്ങനെ ക്ഷമിച്ചോ അതുപോലെ നമ്മൾ ക്ഷമിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. അതായത് ഇതൊരു ഫീലിംഗ് അല്ല, ഇത് കർത്താവിൻ്റെ വചനത്തെ നമ്മൾ അനുസരിക്കുന്നതാണ്. ആമേൻ. ഈ ക്ഷമ എന്ന് പറയുന്നത് ഒരിക്കൽ ഒരു 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 കുഞ്ഞ് ക്ലാസ്സിലുണ്ടായ ഒരു വിഷയം കാരണം ആ കുഞ്ഞിൻ്റെ കൂട്ടുകാരോട് മിണ്ടാതിരിക്കുക. ആമേൻ. ആ കൂട്ടുകാരൻ എന്നാ ചെയ്തു? ഈ മകനെ കണ്ടമാനം ഇൻസൾട്ട് ചെയ്തു. ആ ഇൻസൾട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവൻ ആ കൂട്ടുകാരനോട് മിണ്ടുന്നില്ല. അപ്പോൾ അവൻ്റെ ഫാദർ ഇത് നോട്ടീസ് ചെയ്തു. ഈ പയ്യൻ ആ കൂട്ടുകാരനോട് വളരെ അടുത്ത കൂട്ടുകാർ എപ്പോഴും വന്ന് അവൻ്റെ പേര് പറയുകയും അവനോട് അടുത്തിടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവനോട് ഇടപെടുന്നില്ല. അപ്പം അവൻ്റെ അപ്പൻ പറഞ്ഞു, നീ എന്താ ചെയ്യുന്നത്? നീ ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നീ ഓരോ ദിവസം പിണങ്ങും തോറും, നീ ഓരോ താമസിക്കും തോറും, അവനോട് ഇണങ്ങാൻ താമസിക്കും തോറും, അല്ലെങ്കിൽ നീ അവനോട് ക്ഷമിക്കുവാൻ താമസിക്കും തോറും നീ ഒരു 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 കട്ട എടുത്തുകൊണ്ട് നടക്കുന്നതിന് തുല്യം. അല്ലെങ്കിൽ ഒരു ആംഗ്രയുടെ കോപത്തിൻ്റെ ഒരു കഷ്ണം, ഒരു കട്ട എടുത്തുകൊണ്ട് നടക്കുക. അപ്പം നീ എല്ലാ ദിവസവും എന്ത് ചെയ്യുക? നീ ഇതിങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ, നീ ക്ഷമിക്കാതിരിക്കുമ്പോൾ, ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കട്ട എടുത്തുകൊണ്ട് വന്ന് അത് നീ ഒരു ജയിൽ പണിയുന്നതിന് തുല്യമാണ് നിനക്ക് ചുറ്റും. മനസ്സിലായോ? അതായത് ഈ കൊച്ചൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനോട് മിണ്ടാതിരിക്കുക. അപ്പോൾ ഇവൻ സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് പേരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അപ്പനമ്മയ്ക്ക് അറിയാം ഇവൻ്റെ കൂട്ടുകാരൻ ഇന്ന ആളാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ്റെ പേരുകൾ പറയുന്നില്ല. അന്വേഷിച്ച് വന്നപ്പോൾ അവനുമായിട്ട് പിണക്കുക, അവനിവനെ ഒന്ന് കളിയാക്കി, അതിൻ്റെ പേര് പിണങ്ങി നടക്കുക. അപ്പോൾ അപ്പൻ അവനോട് പറഞ്ഞു കൊടുത്തു, മോനെ, നീ അവനോട് ക്ഷമിക്കാതിരിക്കും തോറും നിൻ്റെ ജീവിതത്തിലാണ് നിനക്ക് നഷ്ടം വരുന്നത്. നീ എല്ലാ ദിവസവും അവനോട് പിണങ്ങി നടക്കുന്ന, ഓരോ ദിവസവും ക്ഷമിക്കാതിരിക്കുന്ന ദിവസവും നീ ഓരോ വലിയ ഇഷ്ടികക്കട്ട എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ. അപ്പോൾ അത് നീ എന്താ ചെയ്യുന്നത്? നീ ഓരോ ദിവസവും ചെയ്ത് ഓരോ കട്ട നിൻ്റെ ജീവിതത്തിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുക. അതായത് നീ ഒരു പ്രസന്നകത്തേക്ക്, ഒരു ജയിലിനകത്തേക്ക് നിന്നെ ആക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇവൻ പിറ്റേ ദിവസം പോയിട്ട് ആ കൂട്ടുകാരനോട് ക്ഷമ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നീ എന്നോട് ചെയ്ത് ക്ഷമിച്ചിരിക്കുന്നു. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിന് ചുറ്റും ഒരു ജയിലുണ്ടാക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു ജയിലിനകത്ത് ജീവിക്കുവാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ആക്ച്വലി ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു ഫ്രീഡമാണ്. നമ്മൾ ഒരാളോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമായി. ആമേൻ. പക്ഷേ ക്ഷമിക്കാതിരിക്കുന്നത് എന്താ ചെയ്യുന്നത്? നമുക്ക് ചുറ്റും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ചുറ്റും വേദനകളുടെയും കോപത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒരു ജയില് നമ്മൾ തീർത്തെടുക്കുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾക്ക് ആരോടെങ്കിലും മനസ്സിൽ വിരോധമുണ്ടെങ്കിൽ, നിങ്ങളോട് ആരെങ്കിലും നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു, നിങ്ങൾക്കെതിരായി സംസാരിച്ചു, നിങ്ങൾക്ക് ദോഷം ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്തു, എന്തും ആയിക്കോട്ടെ, ആമേൻ. പക്ഷേ ഒരു ദൈവിക ക്ഷമ അനുഭവിച്ച ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അന്യോന്യം ക്ഷമിക്കുക എന്നുള്ളതാണ്. ആമേൻ. അതിന് നമ്മൾ ചില ത്യാഗം സഹിക്കേണ്ടതായിട്ട് വരും. ചിലപ്പം അതിന് നമ്മൾ ചില വേദന നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും. പക്ഷേ ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. നിങ്ങളുടെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ്. ഹല്ലേലൂയ. വളരെ നല്ലതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഇന്ന് നമ്മൾ നോക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ആരോടെങ്കിലും ക്ഷമിക്കാതെ ഞാൻ കിടപ്പുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ
അത് എൻ്റെ ലൈഫിൽ നിന്ന് ആമേൻ ആ ക്ഷമിക്കാതിരിക്കുന്ന കുറ്റം എന്നോട് ക്ഷമിക്കുകയും കർത്താവെ എനിക്ക് അവരോട് എന്നേക്കുമായി ക്ഷമിക്കുവാൻ സഹായിക്കണം. ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ഒരു തൻ്റെ കൂട്ടുകാരോ അതോ എന്തോ ചർച്ചിൽ വരുന്ന സിസ്റ്ററുമായിട്ട് ഭയങ്കര വൈരാഗ്യം കാരണം വർഷങ്ങളോളം വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കലൊരു പ്രസംഗം കേൾക്കുമ്പോൾ ദൈവദാസൻ പറഞ്ഞു, ഈ വൈരാഗ്യവും കോപവും നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ വിട്ടുമാറത്തില്ലെന്ന്. അപ്പോൾ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് തോന്നി, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നതിന് തുല്യമാണ് ഞാൻ ഇന്ന് ആ സിസ്റ്ററിനോട് ക്ഷമിക്കാതിരിക്കുന്നു. അവരോട് ക്ഷമ പറഞ്ഞു, പരസ്പരം അങ്ങോട്ടും ആലിംഗനം ചെയ്തു. അവർ പരിപാടി തീർത്തു, ക്ഷമിച്ചു, സന്തോഷമായി. അവർ നോട്ടീസ് ചെയ്തൊരു കാര്യം, അടുത്ത 2 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് എല്ലാ 3-4 ദിവസം കൂടുമ്പോൾ മൈഗ്രെയിൻ വന്നുകൊണ്ടിരുന്ന ഒരു സിസ്റ്ററായിരുന്നു. എന്നാൽ അത് അവരെ എന്നേക്കുമായി വിട്ടുമാറി. 2 മാസം കഴിഞ്ഞ് അവർ ശ്രദ്ധിച്ചത് അവിടെ കഴിഞ്ഞ 2 മാസമായിട്ട് മൈഗ്രെയിൻ വരുന്നില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ ക്ഷമിച്ചതോടുകൂടെ ആ രോഗത്തിൻ്റെ ആത്മാവ് ആ ശരീരം വിട്ടുപോയി. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കും ക്ഷമിക്കാം. ക്രിസ്തുവിൽ ദൈവം നമ്മളോട് എങ്ങനെ ക്ഷമിച്ചോ അതുപോലെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാം. കരങ്ങളെ ഉയർത്തിക്ക് പ്രാർത്ഥിച്ച് ചോദിച്ചേ, കർത്താവേ, ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടോ? ആരോടെങ്കിലും എൻ്റെ മനസ്സിൽ വിരോധം കിടക്കുന്നുണ്ടോ? ഞാൻ ആരോടെങ്കിലും മിണ്ടാതെ നടക്കുന്നുണ്ടോ? കോപം എൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ചിട്ട് ഞാൻ അമ്മേൻ നിന്നെ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? എന്നോട് ക്ഷമിക്കണം കർത്താവേ. ഇന്ന് ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്ന് നിൻ്റെ സന്നിധിയിൽ വാക്ക് പറയുമ്പോൾ കർത്താവേ, ഞാൻ അവരോട് നേരിട്ട് ക്ഷമ പറഞ്ഞ് ഒരു നിരപ്പിൻ്റെ ജീവിതം നയിപ്പാൻ ഞാൻ ഇന്ന് എന്നെ സമർപ്പിക്കുന്നു. ഒരു പക്ഷേ തെറ്റവരായിരിക്കാം ചെയ്തത് എങ്കിൽ പോലും കർത്താവേ, ഞാനൊരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണം, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കണം. ഇവരുടെ ലൈഫ് അത്ഭുതമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദ സ്പിരിറ്റ് ഓഫ് അൺഫോർഗിവ്നെസ് അവരെ വിട്ടുമാറി യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ ക്ഷമയുടെ ആത്മാവിനാൽ ഇവർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോട് ക്ഷമിക്കുവാൻ പറയുമ്പോൾ ദുഷ്ടൻ്റെ ആത്മാവ് നമ്മളോട് പറയും ക്ഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. തിരിച്ചറിയുക, ദൈവിക നന്മയിൽ ജീവിക്കുക. ഗോഡ് ബ്ലെസ് യു. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, we are permanently blessed and highly favored. God bless you, God bless you, God bless you.